ഏത് ഈ നടപടിയെല്ലാം എടുത്തു കഴിഞ്ഞില്ലേ, പിന്നെ പുതിയൊരു നടപടി എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഏത് അല്ല, അതിപ്പോ അകത്തല്ലല്ലോ, പാർട്ടിക്ക് ഉള്ളിലല്ല, പാർട്ടിക്ക് ഉള്ളിലല്ല. അല്ല, അത് പാർട്ടി ഒരു തീരുമാനം എടുത്തു. ഇപ്പൊ പാർട്ടി പിന്നെ പുറത്ത് നിൽക്കുകയല്ലേ. അല്ല, അത് വരട്ടെ. അതിപ്പോ ഇന്നിപ്പോ കോടതി വിധി വന്നോ? ഇന്ന് വരത്തില്ലേ? ആ വിധിയോടെ വരട്ടെ. വിധിയോടെ വരുമ്പോ നിങ്ങൾക്ക് നല്ലൊരു വാർത്ത ഉടനെ കിട്ടും. ആ വിധി വരുന്നുണ്ടേ അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി വരും. താങ്കൾ പറഞ്ഞു കിട്ടിയ പരാതി DGPക്ക് കൈമാറി എന്ന് പറഞ്ഞു. ഇതിനു മുമ്പ് കിട്ടിയ പരാതികൾ എന്തുകൊണ്ടാണ് കൈമാറാതിരുന്നത്? പ്രതിപക്ഷ നേതാവിനടക്കം കിട്ടിയ പരാതികൾ എന്തുകൊണ്ട് അതിൽ നടപടി സ്വീകരിച്ചില്ല? താങ്കൾ അറിഞ്ഞില്ലേ? ഇല്ല, ഞാൻ അറിഞ്ഞിട്ടില്ല. അറിയാത്ത ഒരു കാര്യം ഞാൻ അതിന് മറുപടി പറഞ്ഞിട്ട് കാര്യമില്ല. എന്താന്ന് ചോദിച്ചാൽ എന്റെ കയ്യിൽ പരാതി കിട്ടിയിട്ടില്ല. എന്റെ കയ്യിൽ പരാതി കിട്ടി എങ്കിൽ ഞാൻ നിങ്ങൾ ചോദിക്കുന്നതിനും മറുപടി പറയാം. എന്റെ കയ്യിൽ ഏതായാലും പരാതി കിട്ടി. പ്രതിപക്ഷ നേതാവ് കൃത്യസമയത്ത് നടപടി എടുക്കാറുണ്ട് അദ്ദേഹത്തിന്റെ വീഴ്ചയാണ്, അല്ലെങ്കിൽ പാർട്ടിയുമായിട്ട് അദ്ദേഹം പങ്കുവച്ചിരുന്നില്ലേ? UDF-ഉമായിട്ട് പങ്കുവച്ചിരുന്നില്ലേ? ഇല്ല, UDF-ഉമായി അങ്ങനെ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല. ഇല്ല. അപ്പൊ അദ്ദേഹം പരാതി പങ്കുവെക്കാതെ ഒതുക്കുമായിരുന്നു എന്ന് പറയാൻ കഴിയും പാർട്ടിയായിട്ട്? അങ്ങനെ ഞാൻ പറഞ്ഞില്ല. പരാതി അദ്ദേഹം ഒതുക്കി എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. അങ്ങനെ വളച്ചൊടിക്കാൻ പാടില്ല. ഏതായാലും ഒരു പരാതി വന്നു, അതൊക്കെ അന്വേഷിക്കട്ടെ. ഇപ്പോ DGP മറ്റും അന്വേഷണം നടത്തി കാര്യങ്ങൾ പുറത്തു വരട്ടെ. നമുക്ക് അന്നേരം ഈ അല്ല മനസ്സിലായി, ഇത് കുഴപ്പമില്ല. അതിന് അവർക്ക് മറുപടി പറയണ്ടേ? അല്ല, എത്ര പരാതികൾ കിട്ടിയിട്ടുണ്ട്? അല്ല, ഇനിയിപ്പോ അങ്ങനെ എല്ലാ പരാതികളെ കുറിച്ചും അങ്ങനെ പറയാൻ പറ്റില്ല. ഏതായാലും ഞങ്ങളുടെ കയ്യിൽ പരാതികൾ അങ്ങനെ ആകെ KPCCക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നത് ഒറ്റ പരാതിയെ കുറിച്ചാണ്. അത് അപ്പൊ തന്നെ ഞങ്ങൾ DGPക്ക് കൊടുത്തു. ഞങ്ങൾ കമ്മീഷനെ വെച്ചില്ല എന്ന കൂടി നിങ്ങളൊന്ന് അതുകൂടെ റിപ്പോർട്ട് ചെയ്യും. ആർക്കും ആകാം. പോലീസിനെ എന്തിനാ സഹായിക്കുന്നത്? ഈ നമ്മുടെ കേരളത്തിലെ പോലീസിനെ അത്ര അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല. കേരളത്തിലെ പോലീസ് ഇതിനെ എല്ലാ അർത്ഥത്തിലും എങ്ങനെയും കണ്ടുപിടിക്കുവാനും എവിടെ ഉണ്ട് എന്ന് അവരെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം നല്ല കൃത്യമായി അവർ കോമ്പറ്റന്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ. അപ്പൊ അവരെ സഹായിക്കേണ്ട ഒരു കാര്യവുമില്ല. ഈ നേരത്തെ ഉയർന്ന ആക്ഷേപങ്ങളിലും പരാതികളിലും ആ സമയത്ത് നടപടിയെടുത്ത് പോയിരുന്നെങ്കിൽ ഇത്തരം ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ് അകപ്പെടുമായിരുന്നു. അല്ല, ഈ അത്തരം കാര്യങ്ങൾ ഞാൻ നേരത്തെ മറുപടി പറഞ്ഞല്ലോ. പിന്നെ അതിന് വീണ്ടും മറുപടി പറയണം. ഞാൻ മറുപടി പറഞ്ഞല്ലോ. രാഹുലിന്റെ വിഷയത്തില് ഇപ്പൊ താങ്കൾ പറഞ്ഞു പുറത്താണ് ഈ MLA സ്ഥാനം, പുറത്തായിരിക്കുന്ന ആള് MLA സ്ഥാനം രാജിവെക്കണമെന്ന ഒരു ആവശ്യമാണല്ലോ ഇനി ബാക്കി നിൽക്കുന്നത്. അക്കാര്യത്തിലും തീരുമാനം അല്ല, MLA സ്ഥാനം കൊടുത്തത് ഞങ്ങളാരുമല്ല. അത് ആ MLA സ്ഥാനം കൊടുത്തത് അവിടെയുള്ള ജനങ്ങളാണ് കൊടുത്തത്. അവിടെ മത്സരിച്ചു. ആ മത്സര രംഗത്ത് വന്നപ്പോൾ അദ്ദേഹത്തിന് ഭൂരിപക്ഷം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം MLA ആയത്. ഏതാ? അതെ. അല്ല, അത് പാർട്ടി അങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ. പാർട്ടിക്ക് അദ്ദേഹത്തെ MLA ആക്കി തെരഞ്ഞെടുത്തത് അവിടുത്തെ ജനങ്ങളാണ്. ഞാനിവിടെ ഒന്ന് പറയട്ടെ. അല്ല, അത് ജനങ്ങൾ കൊടുത്ത ഒരു അംഗീകാരമാണ്. ഇതേ അവസ്ഥ തന്നെ മറ്റ് പല ആളുകൾക്കും ഉണ്ട്. പേര് എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. അത് എൻ്റെ മാന്യത വെച്ച് ഞാൻ അത്തരം ആളുകളുടെ പേരുകൾ ഒന്നും പരാമർശിക്കാൻ തയ്യാറാകുന്നില്ല. നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമെന്നുള്ളത് കൊണ്ട് അത്തരം കാര്യങ്ങളിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല. അല്ല, ഇന്നിപ്പോ കോടതി വരികയല്ലേ. കോടതി വന്നിട്ട് ഇന്നിപ്പോ കോടതി തീരുമാനിക്കട്ടെ. കോടതി തീരുമാനം എടുത്തിട്ട് നമുക്ക് ആ കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കാം.